എ.ആർ. റഹ്മാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആൻ എറർ ഇൻ സിംഗിങ് ആർട്സ് എ ഹ്യൂമൻ ടച്ച് എന്നാണ് പറയുന്നത്. ഒരു പാട്ടിലൊരു എറർ സംഭവിക്കുന്നത് ഒരു മാനുഷിക സ്പർശം അതോടുകൂടി അതിന് കിട്ടുകയാണ്. പ്രധാനപ്പെട്ട പാട്ടുകളുടെ ഒക്കെ രീതി, ഈണം ഇപ്പോൾ ആനന്ദഭൈരവിക്ക് പകരം ഹംസധ്വനിയാകും, ഹംസധ്വനി അല്ലെങ്കിൽ അതിന് പകരം നാസികാഭൂഷണിയാകും. ഇങ്ങനെ ഒരു ഈണ വൈവിധ്യമല്ല, എല്ലാം രാഗ ബേസ്ഡാണ്. ഈ മാക് ദ നൈഫ് എന്നുള്ള പാട്ട് പാടുന്നതിനിടയ്ക്ക് എല്ലാ ഫിസ്റാളിലും വരികൾ മറന്നുപോയി. വാട്ട്സ് ദ നെക്സ്റ്റ് കോറസ് ഓഫ് ദി സോങ് നൗ ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള ലിറിക്സ്. മലയാളികൾക്കൊരു ബോഡി ഇൻഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഞാൻ കോളേജിൽ എന്തെങ്കിലും പരിപാടി നടക്കും, ഞാൻ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടിയാലാ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോ വേണ്ടാത്ത അരുതാത്ത എന്തോ ചെയ്തതായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും. അങ്ങനെ ആയിരിക്കും കുട്ടികൾക്ക് പോലും അനുഭവപ്പെടുക. അശ്ലീല വാക്കുകൾ എന്ന് ഞാൻ പറയുന്നത് ഒരു സദാചാര പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല, പലപ്പോഴും സ്ത്രീ വിരുദ്ധമായ അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രയോഗങ്ങൾ റാപ്പിലുണ്ട്. റാപ്പിൻ്റെ രീതിയാണ്. തൊപ്പിയുടെ സംസാരമായാലും തൊപ്പിയുടെ പെരുമാറ്റം അതുപോലുള്ള സംഗതികളൊന്നും കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കുട്ടികൾ അത് ആവേശത്തോടെ ഏറ്റെടുക്കുന്നു. മലയാളി പെട്ടുപോയൊരവസ്ഥയായിരുന്നത്. ഒരു സമയത്ത് സംഗീത ശൈലിയിൽ ഒരു വലിയ പരിണാമം അല്ലെങ്കിൽ ഒരു വലിയ ആവേശകരമായ ഒരു സംഗതി ഉണ്ടാകുന്നു. അതേ സമയത്ത് തന്നെ ഡ്രഗ്സ് പോലെയൊക്കെയുള്ള സംഗതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു. റാപ്പുകൾ അമിതമായി എല്ലാ റാപ്പ് മാത്രം ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംഗീതത്തിൻ്റെ മറ്റ് വൈവിധ്യങ്ങളിലേക്ക് പോയാലോ എന്ന് ആൾക്കാർക്ക് വേറൊരു തരത്തിലായിരിക്കും അതിന് തോന്നുക. ഇഫ് ഇറ്റ് ഇസ് അഗൻസ്റ്റ് ദ ലോ അറസ്റ്റ് മീ, ഇഫ് യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് അൺഡ്രസ് മീ. ഇങ്ങനെയാണ്. 15 വർഷം മുമ്പാണ് ഞാൻ മലയാള സംഗീതത്തിൻ്റെ ചരിത്രം എഴുതുന്നത്. ആ സംഗീതത്തിൻ്റെ ചരിത്രം എഴുതുമ്പോഴേക്കും വളരെ പരിഭവിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കാരണം വെച്ചാൽ മാധ്യമം ആഴ്ചപ്പതിപ്പിൻ്റെ വാർഷിക പതിപ്പിന് വേണ്ടിയിട്ടാണ്, മാധ്യമത്തിൻ്റെ വാർഷിക പതിപ്പിന് വേണ്ടിയിട്ടാണ് വളരെ നീണ്ട ഒരു ലേഖനം, 10-60ഓളം പേജുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനം ഏകദേശം 2-3 മാസം കൊണ്ടാണ് ഞാനത് എഴുതിയത്. എന്നുവെച്ചാൽ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതിൻ്റെ ഈ സോഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. പോട്ടെ, ഞാനത് ആ ഒരു ചരിത്രം വിസ്തരിക്കുന്നില്ല. ഏതായാലും അന്ന് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അത് ഓരോ ഡേറ്റ പോലും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് ആണ് ആകാശവാണിയിൽ നിന്നൊക്കെ ഉള്ള സഹായത്തോടു കൂടിയാണ് ഞാൻ സത്യത്തിൽ ആ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് അന്ന് ഈ പറഞ്ഞ ജനപ്രിയ സംഗീതത്തിൻ്റെ ചരിത്രം എഴുതുന്നത്. ആ ചരിത്രം എഴുതുമ്പോൾ അപ്പോൾ അതിനായിട്ട് മിക്കവാറും എല്ലാ ഗാനങ്ങളും കേൾക്കുന്നുണ്ട്. ഈ ഗാനങ്ങൾ കേട്ട് കഴിയുമ്പോഴേക്കുമാണ് അപ്പോഴാണ് ഇതിൻ്റെ ഈ മോണോട്ടണസ് ആയിട്ടുള്ള ആ ഒരവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. വൈവിധ്യങ്ങളില്ല, വളരെ കുറവാണ്. പ്രധാനപ്പെട്ട പാട്ടുകളുടെ ഒക്കെ രീതി, ഈണം ഇപ്പോൾ ആനന്ദഭൈരവിക്ക് പകരം ഹംസധ്വനിയാകും, ഹംസധ്വനി അല്ലെങ്കിൽ അതിന് പകരം നാസികാഭൂഷണിയാകും. ഇങ്ങനെ ഒരു ഈണ വൈവിധ്യമല്ല, എല്ലാം രാഗ ബേസ്ഡാണ്. ഈ രാഗ ബേസ്ഡ് സംസ്കാരവും അത് വളരെ അപൂർവമായിട്ട് ചില കലർപ്പുകളും ഉണ്ടാകും. ഞാൻ പൂർണ്ണമായിട്ടും കർണാടക സംഗീതത്തിലെ പോലെ രാഗ അടിസ്ഥാനപ്പെടുത്തി എന്നല്ല പറയുന്നത്. ഈ രാഗത്തിൻ്റെ ഒരു സത്ത സ്വീകരിച്ചുകൊണ്ട് ഒരു ജനപ്രിയ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മിക്കവാറും എല്ലാ ഗാനങ്ങളിലും ചെയ്തു വരുന്ന ഒരു രീതി. നമുക്കറിയാമല്ലോ, അടുത്ത കാലത്ത് മ്യൂസിക് റിയാലിറ്റി ഷോസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന ഒരു പ്രവണത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, സംഗതികൾ വളരെ കൃത്യമായിരിക്കണം. കാരണം വെച്ചാൽ ഈ ഒരു സംഗതി ആ സംഗീത സംവിധായകൻ എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിൽ നിന്ന് മാറ്റാൻ ഗായകർക്ക് അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികൾക്ക് അവകാശമില്ല. ഞാൻ പെട്ടെന്ന് ഓർത്തത് ജാസ് സംഗീതത്തിലൊരു രീതിയാണ്. ലൂയി ആംസ്ട്രോങ് ഒരു ഗാനത്തിൻ്റെ ഹെവൻ എന്ന് പറയുന്ന ഗാനത്തിലാണ് പാടിയിട്ട് പറയുന്നത് സ്വിങ് ഇറ്റ് അല്ല എന്ന് പറയുകയാണ്. സ്വിങ് ഇറ്റ് അല്ല എന്ന് പറയുകയാണ്. എല്ലാ ഫിറ്റ്സ്ജെറാൾഡിനോടാണ് പറയുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പാടുന്നത്. എല്ലാ ഫിറ്റ്സ്ജെറാൾഡും അതിനകത്ത് ഈ സ്വിങ്ങിങ് എന്ന് പറയുന്ന ജാസ് സംഗീതത്തിലൊരു സവിശേഷ സങ്കേതമാണ്. കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാനും മറ്റുമൊക്കെ സാധ്യത നൽകുന്നൊരു സങ്കേതമാണ്. അവർ ആ രീതിയിലത് ആലപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സംഗതി കൂടി പറയാം. എല്ലാ ഫിറ്റ്സ്ജെറാൾഡ് ബെർലിനിൽ വെച്ചിട്ട് ഒരു സംഗീത അവതരണം നടത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതനായ ബർത്തോൾഡ് ബ്രെഖ്റ്റിൻ്റെ അദ്ദേഹം നാടക സൈദ്ധാന്തികനാണ്. എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന നാടക പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയ ആളാണ്. അപ്പോൾ ഇങ്ങനെ മാർസിയൻ സൈദ്ധാന്തികനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള ബ്രെഖ്റ്റിൻ്റെ ഒരു പ്രസിദ്ധമായ ഗാനമാണ് മാക് ദ നൈഫ് എന്ന് പറയുന്നത്. ഓ എ ഷാർക്ക് ഹാസ് പെറ്റിറ്റ് ഡിയർ ആൻഡ് ഹീ ഷോസ് ഇറ്റ് പേളി വൈറ്റ് എന്ന് പറഞ്ഞു. ഓ എ ഷാർക്ക് ഹാസ് പെറ്റിറ്റ് ഡിയർ ആൻഡ് ഹീ ഷോസ് ഇറ്റ് പേളി വൈറ്റ് ജസ്റ്റ് എ ജാക്ക് നൈഫ് ഹാസ് മാക് ഹിറ്റ് ഡിയർ എന്ന് പറഞ്ഞിട്ട് ഈ ഷാർക്കിനെയും ഇതിലെ അധോലോക നായകനായ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്ററായ മാക് ദ നൈഫിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗാനം ലൂയി ആംസ്ട്രോങ്, അതേപോലെ തന്നെ ബോബി ഡാരിൻ, ഫ്രാങ്ക് സിനാട്ര, ഇങ്ങനെ പല ആൾക്കാരും ഈ ഗാനം പാടി പ്രസിദ്ധമാക്കിയിട്ടുണ്ട്.
ആ സമയത്താണ് എല്ല ഫിറ്റ്സ്ജെറാൾഡ് ബ്രഹ്ത്തിൻ്റെ നാടായിട്ടുള്ള ബെർലിനിൽ തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നടത്തുന്നത്. ഈ മാക് ദ നൈഫ് എന്നുള്ള പാട്ട് പാടുന്നതിനിടയ്ക്ക് എല്ല ഫിറ്റ്സ്ജെറാൾഡ് വരികൾ മറന്നുപോയി. വാട്ട്സ് ദ നെക്സ്റ്റ് കോറസ് ഓഫ് ദി സോങ് നൗ ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള ലിറിക്സ്. എന്നുവെച്ചാൽ ഇവർ ആ സമയത്ത് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കി പാടുകയാണ്. ആ സമയത്ത് തോന്നുന്ന വരികൾ പാടി അങ്ങനെ ആ ഒരു പെർഫോമൻസ് എല്ല ഫിറ്റ്സ്ജെറാൾഡ് നടത്തുകയാണ്. അതിന് അവസാനം നീണ്ടു നിൽക്കുന്ന കയ്യടിയോടുകൂടിയാണ്. വെച്ചാൽ അവിടെ ചെയ്ത ആ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്ന സംഗതിക്ക് വലിയൊരു അക്സെപ്റ്റൻസാണ് ആ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഗാനമേള സംസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. മറുവശത്ത് ആ സിനിമാ ഗാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഒരു ഗായകൻ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇതൊന്നുമില്ല. ഗാനമേള സംസ്കാരം കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കല്ലെടുത്തെറിയുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരെല്ലാവരും കൂടി കൂവുകയായിരിക്കും ചെയ്യുക. ഞാൻ പറഞ്ഞ ആ സ്വതന്ത്ര അവതരണം, ഇതിപ്പോൾ അറിയാലോ, ഇങ്ങനെ വളരെ റിജിഡായിട്ടുള്ള ആ ഗാനം ഒരാൾ ചെയ്തു വച്ചിരിക്കുന്നു. സിനിമയുടെ സവിശേഷ സന്ദർഭത്തിന് വേണ്ടി ചെയ്ത ഗാനമാണ്. അത് സ്വതന്ത്രമായ ഇടത്ത് വരുമ്പോഴേക്കും സ്വതന്ത്രമായി തന്നെ പാടാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാതെ സംഗീത സംവിധായകർ ചെയ്തു വെച്ച് അതേ സംഗീതം തന്നെ അനുസരിക്കുക എന്നുള്ളൊരു ബാധ്യതയൊന്നും വാസ്തവത്തിൽ പിന്നീട് ആരെങ്കിലും പാടുമ്പോൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കോപ്പിറൈറ്റ് പോലുള്ള പ്രശ്നങ്ങളല്ല ഞാൻ പറയുന്നത്. പകരം മറ്റുള്ള ഈ സംഗീത ശൈലിയെ സംബന്ധിച്ചിട്ടുള്ള സംഗതിയാണ്. അത് ആർക്ക് വേണമെങ്കിലും അത് സ്വതന്ത്രമായ രീതിയിൽ പാടാനുള്ളൊരു സാധ്യതയാണ് ഉണ്ടാകേണ്ടത്. അവരവരുടെ ഒരാൾ പാടുന്ന സമയത്ത് അത് അയാളുടെ പാട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സംഗീത സംസ്കാരം അതൊക്കെ പിന്നീടാണ് വികസിച്ച് വരുന്നത്. ഞാൻ ഈ പറയുന്ന സമയത്ത് ഇതൊന്നുമില്ല. പകരം ഈ ഗാനമേള സംസ്കാരം, അതേപോലെ തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോസ് ഉണ്ട്. അതിലിതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ തരത്തിൽ ഗായികയും ഗായകനെ തിരുത്തി സംഗീത സംവിധായകൻ ചെയ്തു വെച്ച അതേ പാഠത്തിലെത്തിക്കാനുള്ള വലിയ ശ്രമമായിട്ട് ആണ് ഈ മ്യൂസിക് റിയാലിറ്റി ഷോസിലെ ജഡ്ജിമാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സംഗീതത്തെ കുറേ കൂടി ഫ്രീ ആയി ഒരു ഉത്സവം പോലെ, ഒരു കാർണിവൽ പോലെ ഇതിനെ സമീപിക്കാവുന്ന ജനപ്രിയ സംഗീതത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവം അതാണ്. അപ്പോൾ നമുക്കത് ക്ലാസിക്കൽ മ്യൂസിക്കിൽ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേ കഥകളി സംഗീതത്തിൽ അത് പറ്റില്ല. കാരണം വെച്ചാൽ അത് ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അതിനെ ബ്രേക്ക് ചെയ്താൽ അതല്ലാതാവും. എന്നാൽ ജനപ്രിയ സംഗീതം അങ്ങനെയല്ല. വലിയ സാധ്യതകളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെ, ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ മുഴുവൻ പ്രശ്നങ്ങളെ എന്ത് വേണമെങ്കിലും ഏത് തരത്തിലും അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷി അതിനുണ്ട്. ആ ശേഷി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു പരാതി. അത് ഈ ഒരു 15 വർഷം മുമ്പാണ് ഞാൻ ഈ സംഗീത ചരിത്രം എഴുതിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്നുണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട പരാതി അതായിരുന്നു. സ്വതന്ത്ര സംഗീതാൽബങ്ങൾ വളരെ കുറവായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. സിനിമാ ഗാനങ്ങളല്ലാതെ ആൽബം എന്ന് പറയാനായിട്ട് അന്ന് വിനീത് ശ്രീനിവാസൻ പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനം. അതിന് ഉഷാവുതുപ്പ് മറുപടി എഴുതുകയൊക്കെ ഉണ്ടായി. മറുപടി ആയിട്ട് വേറൊരു ആൽബം ഇതേപോലെ ചെയ്യുകയൊക്കെ ഉണ്ടായി. ആ പ്ലേഫുൾ രീതിയിൽ അങ്ങനെ ഒരു സംഗതി. അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ നോ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടതായിട്ട് ഓർമ്മയുണ്ട് ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഈ ശ്രീലങ്കൻ ബൈലാ ഗാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ് സുരാംഗനി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഈ തമിഴ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊരു പാട്ട്, അമേരിക്കൻ്റെ വാർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധത്തിനെ പരിഹസിച്ചുകൊണ്ട്, യുദ്ധക്കൊതിയെ പരിഹസിച്ചുകൊണ്ടൊരു ഗാനം. ഇങ്ങനെയൊക്കെയുള്ള ചില പാട്ടുകൾ മലയാളത്തിൽ മാത്രമല്ല ആ ഒരു സമയത്ത് മറ്റു പല കേരളത്തിലും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇന്ത്യ വിഷൻ ആ ഗാനം നിരന്തരം പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു. ഇന്ത്യ വിഷനാണെന്ന് തോന്നുന്നു, ഒരു ചാനൽ ഇന്ത്യ വിഷനാണ് എന്നാണ് എൻ്റെ ഓർമ്മ. മലയാളി പ്രേക്ഷകർക്കും വളരെ പരിചിതമായ ഒരു ഗാനമാണ്. അതുപോലെ തന്നെ മറ്റേ ഡൽഹിയിൽ അപ്പോൾ ആസാദി മുദ്രാവാക്യം വന്ന സമയത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ മലയാളത്തിലും ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ വലിയൊരു പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു രീതിയിലാണ്. അത് കനയ്യകുമാർ ആ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതും ബാക്കി ആൾക്കാർ ഏറ്റുചൊല്ലുന്നതും വാസ്തവത്തിൽ എന്താണ് ഒരു പോപ്പ് മ്യൂസിക്കിൻ്റെ കോറസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ തന്നെയാണ്. ആ രീതിയിലുള്ള പാട്ടുകളും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ജനങ്ങളുടെ പ്രശ്നം വരുമ്പോഴേക്കും അത് ഏറ്റെടുക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് ഉള്ള വ്യത്യാസം സംഭവിക്കുന്നത് പിന്നീടാണ്. ഞാൻ ആ ലേഖനം എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഗതികളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോഫി അറ്റ് എം ജി റോഡ് എന്നുള്ള ആ ഗാനമോ അല്ലെങ്കിൽ നോ ടെൻഷൻ പോലെയുള്ള ഗാനമുള്ളൂ. ആസാദി പോലും അത് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ ഒരു സംഗീത ചരിത്രത്തിൽ ക്രമികമായ ഒരു എവല്യൂഷൻ മലയാള സംഗീത ചരിത്രത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ സംഗീത ശൈലികൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. നാട്ടിൽ തന്നെയുള്ള സംഗീത ശൈലികളിലേക്ക് ഗായകരുടെ അല്ലെങ്കിൽ സംഗീത ആവിഷ്കർത്താക്കളുടെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടത്ര ശക്തമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ വഞ്ചിപ്പാട്ടിൻ്റെയും മാപ്പിളപ്പാട്ടിൻ്റെയും ഒക്കെ സമ്പ്രദായത്തിലുള്ള പാട്ടുകൾ, ഇപ്പോൾ മണവാളൻ തഗ് എന്ന് പറയുന്ന ഡബ്സി തല്ലുമാല എന്ന് പറയുന്ന സിനിമയിൽ പാടുന്ന ഗാനം മാപ്പിളപ്പാട്ടിൻ്റെ
സ്വഭാവം അതിനുണ്ട്. അതുപോലെ ബല്ലാത്ത ജാതി എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേര് ചേർന്ന് ചെയ്യുന്ന ഒരു ഗാനം, നീരജ് മാധവും ഡബ്സിയും ഒക്കെ കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു ഗാനം. ബേബി ജീൻ്റെ ആലാപന രീതി വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. വളരെ ഈ ബാസ് സൗണ്ടിലുള്ള ആലാപന രീതി, ബാരിറ്റോൺ സൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ, ബാരിറ്റോൺ വോയിസിലാണ് അദ്ദേഹം അത് ആ വല്ലാത്ത ജാതി എന്നുള്ള ആ ആൽബത്തിൽ അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള വൈവിധ്യങ്ങൾ പാട്ടുകളിലേക്ക് വന്നു ചേരുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ റാപ്പ് സിംഗേഴ്സിൻ്റെ വലിയൊരു നിര അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു റാപ്പർ അന്തർദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയനായിട്ട് മാറിയിട്ടുണ്ട്. ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്ന റാപ്പർ. അത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പേരെന്ന് പറയാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്ന രീതി. അത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. പകരം മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ള ഒരു റാപ്പർ ആ രീതിയിൽ ലോക ശ്രദ്ധേനെ അല്ലെങ്കിൽ ലോക ശ്രദ്ധേനെ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്തതിൻ്റെ രീതിയുണ്ട്. ഇപ്പോൾ ഒരു മരണക്കിണറിൻ്റെ ഒരു അന്തരീക്ഷം, ഒരു മരണക്കിണറിലൂടെ ഈ വളരെ ഫാസ്റ്റായിട്ട് ബൈക്ക് ഓടിക്കുന്ന അതിൻ്റെ ആ ഒരു മൂഡാണ്, ആ പാട്ടിനും ആ ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. വരികളിലും വാക്കുകളിലൊക്കെ. അത് മലയാളം അല്ല, അത് ഇംഗ്ലീഷാണ്. അതിൻ്റെ റാപ്പ് വരികൾ മുഴുവൻ ഇംഗ്ലീഷ് തന്നെയാണ്. എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സംഗതി നമുക്കറിയാം. അദ്ദേഹം അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ചില ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മലയാളം കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഗീത, ഇപ്പോൾ പറഞ്ഞില്ലേ, ഭാഷയൊന്നും അതിനകത്തൊരു പ്രശ്നമല്ല. ഏത് ഭാഷ എന്നുള്ളതോ ഏത് ശൈലി എന്നുള്ളതോ ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നേരത്തെ ഒരു കൂസലില്ലായികയാണ്. റാപ്പിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ കൂസലില്ലായികയാണ്. അത് ആ രീതിയിലുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ബേബി ജീൻ എന്ന് പറയുന്ന ആൾ, ഫെജോ എന്ന ഗായകൻ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരെണ്ണത്തിനകത്ത് ഈ വഞ്ചിപ്പാട്ടിൻ്റെ രീതിയിലാണ് ഒരു പാട്ട്, നമ്മളൊന്നല്ലേ എന്ന് പറയുന്ന ആ ഒരു പാട്ട്. വേറൊരെണ്ണം എന്തരോ മഹാനുഭാവരു എന്നുള്ള രീതിയിൽ ഈ ക്ലാസിക്കൽ സോങ് ആയിട്ട് തുടങ്ങിയിട്ട് അതിനെ മുഴുവൻ പൊളിക്കുന്ന തരത്തിൽ വേറൊരു തരത്തിലാണ് അതിൻ്റെ റാപ്പ് രീതി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ശൈലികൾ ഇത്തരത്തിലുള്ള ഗായകരെല്ലാം പരീക്ഷിക്കുന്നുണ്ട്. ഈ റാപ്പ് സംസ്കാരം വാസ്തവത്തിൽ അതിനും ചില സാംസ്കാരികമായ മാനങ്ങളുണ്ട്. അതുകൂടി പറയണം തോന്നുകയാണ്. ഒന്ന്, അമേരിക്കയിൽ റാപ്പ് മ്യൂസിക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതൊരു ഹിപ്പ് ഹോപ്പ് സംസ്കാരം എന്ന് പറയുന്നത്, ഹിപ്പ് ഹോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ റാപ്പ് സോങ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഹിപ്പ് ഹോപ്പ് കൾച്ചറിന് പ്രധാനമായിട്ട് ഒരു 4 നെടുംതൂണുകളുള്ളതായിട്ട് പറയാറുണ്ട്. ഒന്ന് ഈ റാപ്പ് മ്യൂസിക് തന്നെയാണ്. വേറൊന്ന് DJ ആണ്. DJ ഇപ്പം നമുക്കിപ്പോൾ കേരളത്തിൽ ഇനി DJ എന്താണെന്ന് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലും അത് പരിചിതമായി. ഡിസ്ക് ജോക്കി എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ, ഡിസ്ക് ജോക്കിയുടെ സംഗീത ആവിഷ്കാരത്തിൻ്റെ ആ ഒരു കൾച്ചർ, അത് നമുക്ക് പരിചിതമായി. മറ്റൊന്ന് ബ്രേക്ക് ഡാൻസാണ്. ബ്രേക്ക് ഡാൻസ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഒന്ന് ഗ്രാഫിറ്റിയാണ്. ഗ്രാഫിറ്റി ഒന്നും നമ്മുടെ ഇവിടെ ആ രീതിയിൽ വികസിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ അത് ഈ പറഞ്ഞില്ല, ഇത്തരത്തിൽ പല കൾച്ചറുകൾ ചേർന്നതാണ് ഈ പറഞ്ഞ ഒരു ഹിപ്പ് ഹോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ ആ ശൈലികളിൽ വരുത്തുന്ന വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ളൊരു കൾച്ചറിൻ്റെ 1-2 തൂണുകൾ മാത്രമാണ് കേരളത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പം റാപ്പ് സിംഗിങ് വരുന്നു, അതോടൊപ്പം തന്നെ ഈ DJ കൾച്ചറും വന്നിട്ടുണ്ട്. മറ്റേ ബ്രേക്ക് ഡാൻസിൻ്റെ ഒരു കൾച്ചർ നമുക്ക് ആ രീതിയിൽ ഇത് വന്നിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇത് ബ്രേക്ക് ഡാൻസ് ഇവിടെ എല്ലാവരും ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് കേട്ടോ. അതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില നൃത്തരൂപങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് കൃത്യമായ ശൈലീബദ്ധമായ നിയമബദ്ധമായ രീതിയിലുള്ള നൃത്തമാണ്. നമുക്കൊരിക്കലും ഒരു റാപ്പ് സോങ് പാടുന്നതിൻ്റെ കൂടെ മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യമോ അല്ലെങ്കിൽ കഥകളിയോ ചെയ്യാൻ പറ്റില്ല. പകരം വളരെ സ്വതന്ത്രമായ നമുക്ക് നമ്മുടെ ഒരു ബോഡി ഇൻഹിബിഷൻ എന്നൊരു സംഭവമുണ്ട്. മലയാളിക്ക് സവിശേഷമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്, പിണങ്ങരുത്. കാരണം ഈ മലയാളികൾക്കൊരു ബോഡി ഇൻഹിബിഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഞാൻ കോളേജിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പാട്ട് പാടിയാലാ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോ അരുതാത്ത എന്തോ ചെയ്തതായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും. അങ്ങനെ ആയിരിക്കും കുട്ടികൾക്ക് പോലും അനുഭവപ്പെടുക. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ രീതിയിൽ നമുക്കൊരു ബോഡി ഇൻഹിബിഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൂവ് ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ തോന്നുന്നില്ല. അവർ ഇരുന്ന് കേൾക്കാനുള്ളൊരു സംഗതിയായിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബ്രേക്ക് ഡാൻസ് പോലെയുള്ള സ്ട്രീറ്റ് ഡാൻസിനാണ് വികസിക്കുന്നത്. സ്ട്രീറ്റ് കൾച്ചറിൽ നിന്നാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്രോ അമേരിക്കൻസിൻ്റെ സ്ട്രീറ്റ് കൾച്ചറിൽ നിന്നാണ് ഹിപ്പ് ഹോപ്പും വികസിച്ച് വരുന്നത്. അത് പക്ഷേ വേറെ വളരെ അരാജകമായ ഒരു രീതിയാണ്. ആ കൾച്ചർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കേരളത്തിലെ റാപ്പ് സോങ്സിന് ആ ഒരു സംസ്കാരം ശക്തമായിട്ട് വരുന്നുണ്ട്. ആ അരാജക രീതി. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 50 സെൻറ്റിനെ പറ്റിയൊക്കെ പാട്ടറിയില്ല, ധാരാളം അശ്ലീല വാക്കുകൾ എന്ന് ഞാൻ പറയുന്നത് ഒരു സദാചാര പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല, പലപ്പോഴും സ്ത്രീ വിരുദ്ധമായ അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രയോഗങ്ങൾ റാപ്പിലുണ്ട്. റാപ്പിൻ്റെ രീതിയാണ്.
അതേസമയത്ത് പൊളിറ്റിക്കൽ സോങ്സും ഉണ്ട്. കേരളത്തിലെ ആ പൊളിറ്റിക്കൽ സോങ്സിൻ്റെ ആ ഒരു സാധ്യത കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ട്. അപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം വേടൻ്റെ ഒരു റാപ്പ്, കനലൊരു തരിമതി എന്ന് പറയുന്ന ആ പാട്ട്, നീർനിലങ്ങളിനടിമയാരുടമയാര് എന്ന് എന്ന് തുടങ്ങുന്ന ആ പാട്ട്, ഒരു ലക്ഷണമൊത്ത റാപ്പാണ്. ഈ കൾച്ചർ, അതായത് അതിൻ്റെ ആ ഒരു പഞ്ചുണ്ട്, ആ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ആ ഒരു സംസ്കാരത്തെ സ്വാധീനിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതിന് മുമ്പ് തന്നെയുള്ള ഊരാളി പോലെയൊക്കെയുള്ള ബാൻഡുകൾ, ഊരാളിയൊക്കെ തന്നെ ആ രീതിയിലുള്ള പല പരിഷ്കരണങ്ങൾ, പല പരീക്ഷണങ്ങളും ചെയ്യുന്നുണ്ട്. റാപ്പ് തന്നെ ആവണമെന്നില്ല, പകരം കുറച്ചുകൂടി സ്വതന്ത്രമായ രീതിയിലുള്ള പല വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ. ഇപ്പോൾ കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ചാക്കാല എന്നുള്ള കവിത അവർ എടുത്ത് ചൊല്ലുന്നുണ്ട്. അവരുടേതായുള്ള രീതിയിൽ അങ്ങയിലെ മൂപ്പിന്ന് ചത്തോടി അങ്ങ് തുടങ്ങുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ പ്രസിദ്ധമായ കവിത അവർ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഊരാളി ഒരു പൊളിറ്റിക്കലായുള്ളൊരു സ്പേസിൽ ഈ പറഞ്ഞ കലയെ കാണാൻ ശ്രമിക്കുന്ന ഒരു ബാൻഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ചില കൾച്ചറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന സ്വതന്ത്ര സംഗീതാവിഷ്കാരങ്ങൾ, റാപ്പ് അല്ലാതെ വേറെ ചില സംഗതികളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സിതാര കൃഷ്ണകുമാർ ചായപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, വിനോദ ഗാനം എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വിനോദം എന്നല്ല, എന്താ പറയണ്ടത്, ഒരു കാഷ്വലായിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു പാട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റേ റാപ്പിൻ്റെ സമ്പ്രദായത്തിൽ തന്നെയുള്ള സാമ്പാർ എന്ന് പറയുന്ന പാട്ട്, ഇതൊക്കെ ഒരുതരം ഈ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഡയമെൻഷനൊന്നും അത്ര കാര്യമായിട്ടുണ്ടാവണമെന്നില്ല, പകരം ഈ എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന അതിൻ്റെ കൂടെ എന്താണ് ആ കൂടുതൽ ആനന്ദിക്കുക, അതിൻ്റെ കൂടെ ആഘോഷിക്കുക എന്നുള്ളൊരു സംഗതിക്കാണ് അതുപോലുള്ള സംഗതികൾ. നർമ്മപ്രധാനമായിട്ടുള്ള ഗാനങ്ങൾ, ഇപ്പോൾ തിരുമാലി പോലുള്ള ഒരു ബാൻഡ്, തിരുമാലി ഈ പറഞ്ഞ നർമ്മഗാനങ്ങൾ, മലയാളി ഡ എന്ന് പറയുന്ന ആൽബം, അങ്ങനെയൊക്കെയുള്ള സംഗതികളിലൂടെ, അങ്ങനെയുള്ള പാട്ടുകളിലൂടെ ഈ നർമ്മഗാനങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വെച്ചാൽ ചില സ്ത്രീകൾ ചെയ്യുന്ന പാട്ടുകൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ രേണുക അരുൺ ചെയ്ത ഈ മറുതായ് എന്ന് പറയുന്ന ഗാനം, ഈ മറുതായ് എന്നുള്ളത് ഞാനാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലിറിക്സ് എഴുതേണ്ട കാര്യം പറയാനായിട്ടല്ല ഞാനിത് പറയുന്നത്, പകരം അത് ഈ കേരളത്തിൻ്റെ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു മാതൃബിംബം, അതിനെ വേറൊരു തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും പുതിയ രീതിയിലത് വേറൊരു സാംസ്കാരിക എന്താ പറയേണ്ട ബദൽ എന്ന് പറയുന്ന ഒരു സംഗതി സൃഷ്ടിക്കാനുള്ളൊരു ശ്രമമാണ്. ആ ആൽബം ചെയ്യുന്നത് ഈ മാസഡോണിയൻ സിംഫണിക് ഓർക്കസ്ട്രയാണ് അതിനകത്ത് ഈ ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അത്രത്തോളം പണം മുടക്കി നിർമ്മിച്ച ഒരു ആൽബം കൂടിയാണത്. അല്ല, ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ചിരുത പോലെ എന്താണ് ബാലെ പോലെ, ഇപ്പോൾ ശ്രുതി ശരണ്യവും സുദീപ് പാലനാടും ചേർന്ന് ചെയ്യുന്ന പാട്ടുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സൂര്യ സന്തോഷിൻ്റെ പാട്ടുകളുണ്ട്. ഇങ്ങനെ നിരവധി പലതരത്തിലുള്ള പാട്ടുകൾ, നേരത്തെ പറഞ്ഞ സിതാര കൃഷ്ണകുമാറിൻ്റെ പാട്ട് അതുപോലെയുള്ളതാണ്. ഇങ്ങനെ ഒരു സംഗീതത്തിൻ്റെ ഒരു വൈവിധ്യം നിലനിർത്താനും കൂടി ഈ ഒരു കാലഘട്ടത്തിന് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയത്ത് ഈ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്നു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 15 വർഷം മുമ്പുണ്ടായിരുന്നൊരു അവസ്ഥ മാറി. ആ അവസ്ഥ മാറിയിട്ട് 21-ാം നൂറ്റാണ്ടിൽ ഈ ഒരു 1.5 ദശാബ്ദമായിട്ട് സംഗീത ആൽബങ്ങളുടെ ഒരു വലിയ പ്രളയമാണ്. മാത്രമല്ല, ഏകദേശം സിനിമാ ഗാനങ്ങളും ഏകദേശം ഈ സംഗീത ആൽബങ്ങൾ പോലെയായിട്ട് മാറുകയാണ്. ഇപ്പോൾ ആവേശം, അല്ലെങ്കിൽ തല്ലുമാല, അല്ലെങ്കിൽ രോമാഞ്ചം, അല്ലെങ്കിൽ മറ്റേ മഞ്ഞുമൽ ബോയ്സിൽ കുന്ത്രാണ്ടം എന്ന് പറയുന്ന പാട്ട്, വേടൻ പാടിയ പാട്ട്. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ ഈ ആൽബങ്ങളുടെ ഒരു രീതിയിലേക്ക് സിനിമ പോലും മാറുന്ന ഒരു അതായത് നേരത്തെ സിനിമയ്ക്കകത്തേക്ക് ഗാനം സന്നിവേശിപ്പിക്കുകയായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഗാനത്തിൻ്റെ ഒരു ഘടനയിലേക്ക് സിനിമ കൂടി, ആൽബത്തിൻ്റെ മറ്റുമൊക്കെ ഘടനയിലേക്ക്, ഈ മൈക്കൽ ജാക്സൻ്റെ മറ്റുമൊക്കെ മ്യൂസിക് ആൽബംസ് ഉണ്ടല്ലോ, ആ ആൽബത്തിൻ്റെ അതിന് ഒരു നറേഷനും കൂടെ കാണും. ഈ പാട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോറി പോലൊരു സംഗതി അതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊരു ഭാവുകത്വ പരിണാമത്തിൻ്റെ തന്നെ സൂചനയാണ്. ഞാൻ ഇതിനകത്ത് ഇതിനെ ക്വാളിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ സത്യത്തിൽ ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം പക്ഷേ എന്നെ സംബന്ധിച്ച് ക്വാളിറ്റേറ്റീവായിട്ട് പോസിറ്റീവായൊരു സംഗതിയാണ്. അതായത് അതിൻ്റെ തീർച്ചയായിട്ടും അത് നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു മാർഗ്ഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേസമയത്ത് ഇതിൻ്റെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ വെസ്റ്റേൺ ശൈലി എന്ന് പറയുമ്പോഴും ഇപ്പം അതിലേക്ക് എത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തൊപ്പി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ കേരളത്തിലുണ്ടാക്കിയ ഒരു പ്രൊവോക്കേഷൻ ഉണ്ട്. ഈ പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി അത് ഒരു വ്യവസ്ഥാപിത സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തൊപ്പിയുടെ സംസാരമായാലും തൊപ്പിയുടെ പെരുമാറ്റം അതുപോലുള്ള സംഗതികളൊന്നും കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കുട്ടികളിത് ആവേശത്തോടെ ഏറ്റെടുക്കുന്നു. മലയാളി പെട്ടുപോയൊരവസ്ഥയായിരുന്നത്. ജനപ്രിയ സംസ്കാരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഇത് പെട്ടുപോയൊരവസ്ഥയാണ്. കാരണം ഇതിനകത്ത് ഏതിനെയാണ് ഹൈലൈറ്റ് ചെയ്യുക,
എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതിനകത്ത് വരികയാണ്. കാരണം റാപ്പ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ അമേരിക്കൻ റാപ്പ് കൾച്ചറൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഹിപ്പ് ഹോപ്പ് കൾച്ചറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള യാതൊരു നിയമങ്ങളും അല്ലെങ്കിൽ അതിന് ബാധകമല്ല. ഒരു വിലക്കുകളെയും അത് വകവയ്ക്കുന്നില്ല. എന്ത് തരത്തിലുള്ള അശ്ലീല വാക്കുകൾ ഉപയോഗിക്കും, എന്ത് തരത്തിൽ ഡാൻസ് ചെയ്യും, ഏത് തരത്തിലുള്ള ഈ പ്രകോപനം സൃഷ്ടിക്കാൻ പാകത്തിനുള്ള എന്തും ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പലപ്പോഴും സ്ത്രീ വിരുദ്ധമാണ്, അങ്ങനെയൊക്കെയുള്ള സംഗതികളും അതിനകത്തുണ്ടാവും. ഇപ്പം അത് പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അത് പോസിറ്റീവാണ്. അത് മയക്കുമരുന്നുകളുടെ ഉപയോഗം ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ വേറൊരു, ഇപ്പം അമേരിക്കൻ പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് റോക്ക് പോലെയൊക്കെയുള്ള വെച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കേൾക്കാൻ പാകത്തിലുള്ള ഗാനങ്ങളാണ് വാസ്തവത്തിൽ. ഇപ്പോൾ ആസിഡ് റോക്ക് എന്ന് പറയുന്നത് അത് ആസിഡ് കഴിച്ചിട്ട് കേൾക്കാനാണ്, അല്ലെങ്കിൽ ആസിഡ് ഉപയോഗിച്ചുകൊണ്ടാണത്, LSD എന്ന് പറയുന്ന ആ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണത് ആ സംഗതി കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞ ആ ബീറ്റ് ജനറേഷൻ്റെയും ഹിപ്പി ജനറേഷൻ്റെയും ഒക്കെ ആ ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് യാന്ത്രികമായിട്ട് ഇതിനെ അതേപടി ഇങ്ങോട്ട് സ്വാംശീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു സാംസ്കാരിക സാഹചര്യത്തിൽ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വരേണ്യ സംസ്കാരത്തിൻ്റെ ഇതല്ല പറയുന്നത്. ഒരിക്കലും ഈ റാപ്പ് പോലുള്ള സംഗതി വരേണ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാവില്ല. അതിനോടുള്ള പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഏത് സമയത്തും ഇതിനകത്തുണ്ടാവും. അതിനോടുള്ളൊരു പുച്ഛവും കൂസലില്ലായും ഒക്കെ ഏത് സമയത്തും ഉണ്ടാവും. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റെല്ലാ സംഗതികളും അതിനെക്കുറിച്ച് വിധി പറയാൻ ഞാൻ ആളല്ല. കാരണം വെച്ചാൽ ഒന്ന് ഒഴിവാക്കി മറ്റൊന്ന് വേണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞത് ഈ തൊപ്പിയുടെ ഒരു പ്രസൻസ് ഉണ്ടാക്കുന്ന ഒരു സാംസ്കാരികമായ പ്രശ്നമുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള അലൻ വാക്കർ ഇവിടെ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ബാക്കി സിനിമാ താരങ്ങളെ പലരെയും ചോദ്യം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഗതി വരുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ 1980-കളിൽ കേരളത്തിൽ സവിശേഷമായൊരു സംഗീത സംസ്കാരം കൊച്ചിയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായി വരുന്നുണ്ട്. വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കിൽ ഉഗ്രം പാട്ടുകളാണ്, ഒന്നാന്തര പാട്ടുകളാണ്. ഈ 13 AD എന്ന് പറയുന്ന അതുപോലെയുള്ള മ്യൂസിക് ബാൻഡുകൾ, അവരുടെ ഗ്രൗണ്ട് സീറോ ഒക്കെ ഗംഭീര പാട്ടുകളാണ്. എലൈനേസക് എന്ന് പറയുന്ന ഇവരൊക്കെ കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ആ മ്യൂസിക് കൾച്ചറുണ്ടല്ലോ, ആ മ്യൂസിക് കൾച്ചറും പൊളിഞ്ഞു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. മിക്കവാറും ഏത് സംഗീത പരിപാടിയിലും പോലീസ് റെയ്ഡുണ്ടാവും, പോലീസിൻ്റെ റെയ്ഡുണ്ടാകും. പലപ്പോഴും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അതാണ്. ഒരു സമയത്ത് സംഗീത ശൈലിയിലൊരു വലിയ പരിണാമം അല്ലെങ്കിൽ ഒരു വലിയ ആവേശകരമായ ഒരു സംഗതി ഉണ്ടാകുന്നു, അതേ സമയത്ത് തന്നെ ഡ്രഗ്സ് പോലെയൊക്കെയുള്ള സംഗതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് ഈ പൊതുസമൂഹം ഇതിനോടൊരു ഒരു എന്താ പറയണ്ടേ, ഒരു പുറംതിരിഞ്ഞിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ സംഗീതം എന്നുള്ള നിലയ്ക്ക് ഇത് മാത്രമായിട്ടൊരു സംഗീതം പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അറിയില്ല. കാരണം പ്രൊവോക്കേഷൻ എന്ന് പറയുന്ന സംഗതി വെറുതെ പറ്റില്ലല്ലോ. പകരം ഈ കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ, പലപ്പോഴും ഒരു അരാജക സ്വഭാവമാണ് ഈ റാപ്പിൻ്റെ അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു അടിസ്ഥാന രീതി തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെയും പറയാനുണ്ട്. ഇപ്പോൾ നൊട്ടോറിയസ് ബിഗ് വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ റാപ്പർ, അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്, സൂയിസൈഡൽ തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാപ്പ് സീരീസ് ഉണ്ട്. ഗംഭീരമാണ്, അസാധ്യമായിട്ട് മാനസിക സംഘർഷങ്ങൾ അത്ര കാര്യമായിട്ട് ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു റാപ്പ് ഇത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ തെരുവിൽ നിന്ന് റാപ്പ് ചെയ്യും. നമുക്ക് പഴയ ചില വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നൊട്ടോറിയസ് ബിഗ് തെരുവിൽ നിന്നിട്ട് റാപ്പ് ചെയ്യുകയാണ്. ആ തെരുവിൽ നിന്ന് റാപ്പ് ചെയ്യുമ്പോഴേക്കും ചുറ്റുപാട് ആൾക്കാർ കൂടുന്നു, അവരുടെ ഇടയ്ക്ക് നിന്നിട്ട് റാപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് വളരെ ദരിദ്രമായ അന്തരീക്ഷത്തിലാണ് ഇതെല്ലാം സംഭവിക്കുക. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ വലിയൊരു പകിട്ടിൻ്റെ ഭാഗമായിട്ടല്ല റാപ്പ് കൾച്ചർ അല്ലെങ്കിൽ ഈ ഹിപ്പ് ഹോപ്പ് കൾച്ചർ വികസിക്കുന്നത്. തെരുവുകളിലാണ് സംഭവിക്കുന്നത്. ഇത് ഇലക്ട്രോണിക് മീഡിയ വന്നപ്പോഴേക്കും ഈ ഇലക്ട്രോണിക് മീഡിയയുടെ ഒരു ആഡംബരം ഉണ്ടല്ലോ, ആ ആഡംബരം കൂടി ചേർന്നിട്ടാണ് ഇതിന് വേറൊരു തരത്തിലുള്ളൊരു പരിവേഷം ലഭിക്കുന്നത്. എന്തൊക്കെയായാലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, പലർക്കും അതിനോട് വിയോജിപ്പോ അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് പറയാം, സംഗീത ശൈലിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് ഈ രീതിയിൽ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ സാംസ്കാരിക പരിണാമത്തെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹമാണ് തീരുമാനിക്കുക. അതിൻ്റെ ഒരു തീരുമാനം നമുക്കാർക്കും പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ചില പരിണതികളിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ സംഗീത ശൈലിയിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇപ്പോൾ യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും ഒക്കെ ഒരു ആലാപന രീതി, അല്ലെങ്കിൽ ചിത്രയുടെയും ജാനകിയുടെയും ഒക്കെ ആലാപന രീതി, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പതിവുകളിൽ ഇവരുടെ ആരുടെയും ആലാപന രീതികളുടെ പ്രശ്നങ്ങളിലേക്കൊന്നുമല്ല ഞാൻ കിടക്കുന്നത്. പകരം കുറച്ചൊരു പതിവ് രീതികളാണ്. അതായത് എല്ലാ സിനിമകളിലും ആവർത്തിക്കുന്ന ഒരേ ശൈലിയാണ്. എന്നുവെച്ചാൽ ഈണ വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും.
പാട്ടുകളുടെ വ്യത്യാസമുണ്ടാകും, പക്ഷേ ആ ആലാപന ശൈലിയൊക്കെ ഏകദേശം ഒരുപോലെ. ഇപ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടൊരു ശബ്ദം, ഞാൻ ഇത് പറഞ്ഞപ്പോൾ ജാസി ഗിഫ്റ്റ് പാടുന്ന പോലെ ഒരു ഡിസ്റ്റോർട്ടഡ് സൗണ്ടിലൊരു സംഗതി പാടാനോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ എ ആർ റഹ്മാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ആൻ എറർ ഇൻ സിംഗിങ് ആർട്സ് എ ഹ്യൂമൻ ടച്ച് എന്നാണ് പറയുന്നത്. ഒരു പാട്ടിലൊരു എറർ സംഭവിക്കുന്നത് ഒരു മാനുഷിക സ്പർശം അതോടുകൂടി അതിന് കിട്ടുകയാണ്. മറ്റേതൊരു സ്റ്റൈലൈസ്ഡ് മ്യൂസിക്കിൽ സ്വരങ്ങളിപ്പോൾ ഒരു വീണയിലോ അല്ലെങ്കിൽ മറ്റേ വീണയിലോ വയലിനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗീതോപകരണത്തിൽ ഒരു സ്വരം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ് മനുഷ്യൻ്റെ തൊണ്ട കൊണ്ടൊരു സ്വരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിനെന്തെങ്കിലും തെറ്റ് വരാൻ സാധ്യമല്ല. എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ പറയുക. പക്ഷേ അതേ സമയത്ത് ഒരു മിസ്റ്റേക്ക് അതിൻ്റെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഹ്യൂമൻ ടച്ചാണ് അതിന് കൊടുക്കുന്നതെന്ന് എ ആർ റഹ്മാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകളെക്കുറിച്ചോ ശരികളെക്കുറിച്ചോ ഒന്നും ഈ പുതിയ സംഗീത സംസ്കാരം ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു കൂസലില്ലായ്കയുണ്ട്. ആ കൂസലില്ലായ്ക തീർച്ചയായിട്ടും പോസിറ്റീവാണ്. സംഗീത ശൈലിയിൽ എന്തായാലും പുതിയ പല സംഗതികളും കൊണ്ടുവരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസിക്കൽ മ്യൂസിക് മാത്രമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ പ്രമദവനം പോലെ ഗംഭീരമായൊരു പാട്ടാണ്, മലയാളത്തിൻ്റെ ഗംഭീരമായൊരു പാട്ടാണ്. പക്ഷേ പ്രമദവനം ആ ഒരു കാലത്തേ ഉണ്ടാവുള്ളൂ. ഇനിയൊരു കാലത്ത് ആ സിനിമയിലേതെങ്കിലും സവിശേഷമായ സന്ദർഭം ആവശ്യപ്പെട്ടാൽ അങ്ങനെയൊന്നും ഉണ്ടായിക്കൂടായില്ല. പക്ഷേ പൊതുവായിട്ടുള്ളൊരു മ്യൂസിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം കൂടി കലർന്നിട്ട് ഈ കർണാടക സംഗീതത്തിൻ്റെ ലളിതവൽകൃത അല്ലെങ്കിൽ അതിൻ്റെ ന്യൂ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗാനങ്ങളിൽ നിന്ന്, ലളിതവൽക്കരണം തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞു വെച്ചാൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആ ആലാപന വൈശദ്യം ഇതിനില്ല. പകരം അതിനെ ഒന്ന് ചുരുക്കിയെടുത്ത് അതിൻ്റെ സത്ത മാത്രം എടുത്തിട്ട് അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള രീതികൾ. അതേസമയത്ത് സംഗീത സംവിധാനത്തിൻ്റെ ഒരു സ്പർശം തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗാനങ്ങളിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ലിറിക്സ് ആണെങ്കിൽ തന്നെ എത്രയോ വ്യത്യാസം വന്നു. ഇപ്പോൾ വിനായക് ശശികുമാർ എഴുതുന്ന ലിറിക്സ് എന്ന് പറയുന്നത് വയലാർ എഴുതുന്ന ലിറിക്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇത് തമിഴിലൊക്കെ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. തമിഴിലൊക്കെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഇപ്പോൾ കണ്ണും നോക്കിയാൽ നീ കൊള്ളും മാഫിയ കപ്പുച്ചിനോ കോഫിയ സോഫിയ, ഇങ്ങനെ പ്രാസമുണ്ട്. അതേ സമയത്ത് തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ തമിഴെന്നോ, നമുക്കറിയാം വലിയ തമിഴെന്ന് പറഞ്ഞാൽ തമിഴിൻ്റെ ഭാഷാബോധം അറിയാമല്ലോ, തമിഴരുടെ ഭാഷാബോധം പ്രസിദ്ധമാണല്ലോ. പക്ഷേ പാട്ടുകൾ എടുത്ത് നോക്കൂ, ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. ടെലിഫോൺ മണി പോൽ ചിരിപ്പുള്ളവള, ഇങ്ങനെ എന്ത് വാക്കുകളും അതിനകത്ത് പോപ്പ് മ്യൂസിക്കിൽ കയറിപ്പോവും. അതാണ് പോപ്പ് മ്യൂസിക്. അങ്ങനെ ഈ പരമ്പരാഗതമായ ഒരു ധാരണയും അത് താലോലിച്ചുകൊണ്ടിരിക്കില്ല. അത് ഏത് സമയത്തും എന്ത് ചെയ്യും, അത് കാരണം ചെറുപ്പക്കാരിലേക്ക് കിട്ടണമെന്നേ ഉള്ളൂ. ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് കിട്ടിയാൽ അവരത് ആ രീതിയിൽ അത് ചെയ്യും. എന്നുവെച്ചാൽ കൗമാരത്തിൻ്റെ ഒരു എനർജിയും കൗമാരത്തിൻ്റെ ഒരു ധിക്കാരവും കൗമാരത്തിൻ്റെ ഒരു കൂസലില്ലായ്കയും ഒക്കെ തന്നെയാണ് വാസ്തവത്തിൽ പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു അടിസ്ഥാനം ആകേണ്ടത് അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ വൃദ്ധസംഗീതത്തിലേക്ക് പരുവപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് പറ്റില്ലത്. നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടല്ലോ, ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം. ഹിന്ദുസ്ഥാനി ആയിട്ട് കർണാട്ടിക്കായിട്ട് രണ്ട് തരത്തിൽ അത് കേൾക്കാം. കഥകളി സംഗീതം കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം. കാലകേവസം കഥ അവതരിപ്പിക്കുന്നിടത്ത് ആരും വന്നിട്ട് പോപ്പ് മ്യൂസിക്കിൻ്റെ രീതിയിൽ അവതരിപ്പിക്കണമെന്ന് പറയില്ല. പകരം അത് കാണേണ്ടവർക്ക് അത് കാണാം. പക്ഷേ പോപ്പ് മ്യൂസിക് ഇതുപോലെ തന്നെ ആണെന്ന് ശഠിക്കുന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. കാരണം വെച്ചാൽ പോപ്പ് മ്യൂസിക് കർണാടക സംഗീതം പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗീത രൂപം പോലെയോ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ വയലാറും ഭാസ്കരനും ഒക്കെ എഴുതിയിട്ടുള്ള, തീർച്ചയായിട്ടും അവരുടെ ലിറിക്സിന് അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ ആ ലിറിക്സിൻ്റെ ഒരു സമ്പ്രദായത്തിൽ വേണം ഇനിയുള്ളൊരു ലിറിക്സ് എഴുതാൻ എന്ന് ഞാനൊരിക്കലും പറയാം. ഞാൻ ഈ മാറ്റത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. കാരണം എന്ന് വെച്ചാൽ ആ ലിറിക്സ് തന്നെ എടുത്തു നോക്കൂ. 1970കളിൽ ഇവിടെ നമുക്കറിയാം ഈ സച്ചിദാനന്ദൻ കവിതയിൽ എഴുതുന്നുണ്ട്, 70കൾക്ക് ചുവന്ന നിറമായിരുന്നു. 70കളിലെ മഴയ്ക്ക് ചുവന്ന നിറമായിരുന്നു. കേരളത്തിൽ അത്രയും വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഘർഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കേരള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സിനിമയിൽ ആ സമയത്ത് വടക്കംപാട്ടുകളും ദേവീദേവന്മാരുടെ കഥകളും ഒക്കെയാണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ളൊരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പാട്ടുകളും ഉണ്ടാകുന്നത്. ആ സമയത്തുണ്ടായിട്ടുള്ള പാട്ടുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് കേരള സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള യാതൊരു സംഘർഷത്തെയും അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് പുതിയ തലമുറ അത്തരത്തിലുള്ള സംഗതികൾ അഡ്രസ്സ് ചെയ്യുന്നു. ഭാഷയുടെ പ്രശ്നങ്ങൾ, മതത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പം തീർച്ചയായിട്ടും ഒരു വലിയ ബ്രേക്ക് ഉണ്ടെന്നൊരു ഒരു ആൽബത്തെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. നാറ്റീവ് ബാപ്പ എന്ന് പറഞ്ഞിട്ട് മാപ്പിള ലഹള എന്ന് പറയുന്ന ബാൻഡ് കൊണ്ടുവന്ന നാറ്റീവ് ബാപ്പ, ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞൊരു സംഗതി വളരെ ശക്തമാകുന്നൊരു കാലഘട്ടത്തിൽ ആണ് മൊഹസിൻ പെരാരിയുടെ ആ ഗാനം വരുന്നത്. അത് മാപ്പിള ലഹള എന്നുള്ള ബാൻഡ്, അത് മാമുക്കോയ ആണതിൽ മറ്റേ സംസാര ഭാഗം ചിലത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഞാൻ ആ സമയത്ത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കാലത്ത് തന്നെ ഇറങ്ങി അന്ന് തന്നെ ഞാൻ എഴുതി. കാരണം വെച്ചാൽ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട് അത് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി. കാരണം വെച്ചാൽ അത് ആവിഷ്കാര രീതിയിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ പാകത്തിനുള്ളൊരു മ്യൂസിക്കും അതിൻ്റെ പാകത്തിനുള്ള ലിറിക്സും ഒക്കെ കൂടെ സംഭവിച്ചാൽ മാത്രമേ ആ ഒരു സംഗതി ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ പൊളിറ്റിക്സിനെയൊക്കെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. പകരം
ഞാനിന്ന് കുറേയേറെ പൊളിറ്റിക്കൽ സംഗതികൾ പറഞ്ഞു, ഇതിനോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണല്ലോ പലപ്പോഴും പൊളിറ്റിക്കൽ ഇഷ്യൂസായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അവയാണല്ലോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആകുന്നത്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആകുന്ന അതേ സംഭവം തന്നെ പോപ്പ് കൾച്ചർ അതിൻ്റെ രീതിയിൽ അത് ട്രീറ്റ് ചെയ്യും. അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നൊരു സംഗീത ചരിത്രത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിൽ വലിയ ഉണ്ടായിരുന്നൊരു ബ്രേക്കാണ്. സംഗീതത്തിനെ നമ്മൾ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ 70കളിലെ ഈ പറഞ്ഞ തരത്തിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങളുടെ അടിയന്തരാവസ്ഥയുടെ ഒക്കെ സംഗതി അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അക്കാലത്തുണ്ടായ കവിതകളോ നോവലോ വായിക്കണം. സംഗീതം കേട്ടിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ 1960കളിൽ തന്നെ അമേരിക്കയിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബോബ് ഡിലൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ ഗാനരചനയ്ക്ക് നൊബേൽ സമ്മാനം ആദ്യത്തെ സംഭവമാണ്. ഏതായാലും അങ്ങനെ ആ നൊബേൽ സമ്മാനം, സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ വളരെ പ്രശസ്തനായ ഗിറ്റാറിസ്റ്റും ഗായകനും ആയിട്ടുള്ള ബോബ് ഡിലൻ, ഗാനരചയിതാവുമാണ് അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ടാമ്പറിൻ മാൻ എന്ന് പറയുന്ന പാട്ട്, അല്ലെങ്കിൽ ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ വി കോൾ ഹിം എ മാൻ എന്ന് തുടങ്ങുന്ന ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന പാട്ട്, ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രശസ്തമായ പാട്ടുകൾ പാടിയിട്ടുള്ള ബോബ് ഡിലൻ ഈ പറഞ്ഞ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല സൃഷ്ടികളും നടത്തിയത്. അത് അത്രയും വലിയ ആവേശത്തോടെ അമേരിക്കൻ യുവത്വം അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ജോൺ ലെനൻ പറയാം, ബീറ്റിൽസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗായകനായിരുന്ന ജോൺ ലെനൻ ഇമാജിൻ എന്ന് പറയുന്ന ഗാനം നിർമ്മിക്കുന്നു. നിരവധി യുദ്ധവിരുദ്ധ ഗാനങ്ങളുണ്ടാകുന്നു. അതേപോലെ വൂഡി ഗുത്രി ദിസ് ലാൻഡ് ഈസ് മെയ്ഡ് ഫോർ യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട്, ദിസ് ലാൻഡ് ഈസ് മെയ്ഡ് ഫോർ യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട്, ഫ്രം കാലിഫോർണിയ ടു ന്യൂയോർക്ക് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇതെല്ലാം എനിക്ക് നിനക്ക് വേണ്ടിയിട്ടുള്ള ഭൂമിയാണ് എന്ന് സ്ഥാപിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരേ അവകാശം നമ്മൾ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ഭൂമിയുടെ മേലുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടൊരു പാട്ട് ഉണ്ടാകുക. അല്ലെങ്കിൽ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് തന്നെ മൈക്കൽ ജാക്സൺ ഉണ്ടാക്കുന്ന പാട്ട്. അതുപോലെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ മഡോണ, ഈ ഞാൻ പറഞ്ഞ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇത് അംഗീകരിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു മഡോണയുടെ ആദ്യകാലത്തെ ആൽബങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ആദ്യകാലത്തെ ഒരു സംഗീത പര്യടനത്തിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ മഡോണയുടെ അവതരണങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ മഡോണ കൊടുത്തൊരു റെസ്പോൺസ് ഉണ്ട്. തൊട്ടു പിന്നാലെ ഗാനത്തിൽ അത് വരുന്നത് പാപ്പ ഡോൺ പ്രീച്ച് എന്ന് പറഞ്ഞിട്ടാണ്. പാപ്പ ഡോൺ പ്രീച്ച് എന്ന് പറഞ്ഞ പാട്ട് അവരുടെ വരികളും അങ്ങനെയാണ്. ഇഫ് ഇറ്റ് ഇസ് അഗൻസ്റ്റ് ദ ലോ അറസ്റ്റ് മീ, ഇഫ് ഇറ്റ് ഇസ് അഗൻസ്റ്റ് ദ ലോ അറസ്റ്റ് മീ, ഇഫ് യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് അൺഡ്രസ് മീ. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ലിറിക്സും ആ രീതിയിലുള്ള അവതരണങ്ങളും ഒക്കെയാണ് ഈ പറഞ്ഞ എല്ലാ ഗായകരും അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗീത അവതാരകരും ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്താണ്, വളരെ മൊണോട്ടണസ് ആയിട്ടുള്ള ഈ വ്യവസ്ഥാപിത സംസ്കാരത്തിന് മേൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കുന്ന ചില ആഘാതങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആഘാതം നൽകിക്കൊണ്ടിരിക്കും. പ്രൊവോക്ക് ചെയ്യാൻ പാകത്തുള്ള ചില സംഗതികൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം തമ്മിൽ കലർന്ന് ഈ പ്രൊവോക്കേഷൻ എന്ന സംഭവം തന്നെ എന്താണ്, വ്യവസ്ഥാപിതമായിട്ട് മാറുന്നൊരു ഘട്ടം ഉണ്ടാകും. ഇപ്പം തന്നെ അറിയാലോ, റാപ്പുകൾ അമിതമായി എല്ലാ റാപ്പ് മാത്രം ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംഗീതത്തിൻ്റെ മറ്റ് വൈവിധ്യങ്ങളിലേക്ക് പോയാലോ എന്ന് ആൾക്കാർക്ക് വേറൊരു തരത്തിലായിരിക്കും അതിന് തോന്നുക. പക്ഷേ ഒരിക്കലും അത് പഴയ ഒരു സംഗീത സംസ്കാരത്തിലേക്ക് ആവില്ല. പകരം പുതിയ ചില മാർഗ്ഗങ്ങൾ ലിറിക്സിൻ്റെ രചനയിലായാലും, ഞാൻ ഈ ലിറിക്സിനെ കുറിച്ച് ഒന്ന് രണ്ട് വാചകങ്ങൾ പറയും. അതായത് നമ്മൾ സാധാരണ ഈ 70കളിലെ മറ്റൊക്കെ പാട്ടുകൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ഞാനൊരു ഡിക്ഷണറി പോലൊരു സാധനം ഉണ്ടാക്കി. കാരണം വെച്ചാൽ കുറേയേറെ വാക്കുകളുണ്ട്. മിക്കവാറും എല്ലാ പാട്ടുകളിലും ആവർത്തിച്ച് വരുന്ന കുറേയേറെ വാക്കുകളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ചങ്ങമ്പുഴ കവിതയുടെ ഒരു പരിസരത്ത് നിന്ന് കിട്ടുന്നത്. തീർച്ചയായിട്ടും അർത്ഥവ്യത്യാസമുണ്ട്. ഈ ഇമേജുകളിൽ ഉള്ള മെറ്റഫറുകളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. അതൊന്നും ഇല്ലാന്നല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ വാക്കുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഞാനതാ പറയാം, മ്യൂസിക്കലായിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വലിയൊരു ലിസ്റ്റ് നമുക്ക് കിട്ടുകയാണ്. നേരെ മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മ്യൂസിക്കൽ അല്ലാത്ത, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സംഗീതാത്മകം എന്ന് കരുതാൻ യാതൊരു സാധ്യതയില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ ഈ പറഞ്ഞ പുതിയ സംഗീത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടത് ഉണ്ടാകുന്നുണ്ട്. ഒരു പരമ്പരാഗതമായ ഒരു കേൾവിക്കാരൻ അത് വലിയ ബ്ലോക്കായിരിക്കും ഉണ്ടാക്കുക ഈ സംഗീതത്തിലേക്ക് കടക്കാനായിട്ട്. പക്ഷേ അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനെ തന്നെ വേറൊരു തരത്തിൽ എന്താ പറയണ്ടേ, മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായിരിക്കും ഇനി അടുത്തതായിട്ട് സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ പാട്ടുകളെ ഇപ്പം എന്താ ഇനി പറയണ്ടേ, ഈ ട്രഡീഷണൽ രീതിയിലുള്ള ബ്യൂട്ടി അല്ല, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന, പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പഴയ രീതിയിൽ പറയുന്ന ഒരു ഡൈനീഷ്യാക് ബ്യൂട്ടി, അല്ലെങ്കിൽ ഒരു ഡൈനീഷ്യൻ ബ്യൂട്ടി, ക്രമത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും ലയത്തിൻ്റെയും ഒക്കെയുള്ള അപ്പോളോണിയൻ ബ്യൂട്ടിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് എന്താണ്, ഉന്മാദത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും
ഉന്മാദത്തിൻ്റെയും ലഹരിയുടെയും അക്രമത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കലയിലെ അക്രമമാണ്, അക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള മറുവശത്ത് നിൽക്കുന്ന ഒരു ബദൽ സൗന്ദര്യം. ആ സൗന്ദര്യമാണ് എപ്പോഴും പോപ്പ് മ്യൂസിക് പോലൊരു സ്ഥലത്ത് ഉണ്ടാവുക. അത് ഇനിയാണെങ്കിലും അതിനെ കുറേ കൂടി ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഗാനങ്ങളാവും ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.